അങ്ങനെ ഇന്ത്യയുടെ മൂന്നാമത്തെ കപ്പലും അമേരിക്ക മുക്കി. നമ്മുടെ യുദ്ധം നിർത്തുന്ന ഒരു ആളുണ്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ. എന്തായിരുന്നു യുദ്ധം നിർത്തുന്ന ഒരു വലിയൊരു മനുഷ്യൻ, ഒരു ദൈവം, യുദ്ധം നിർത്തുന്ന ദൈവം. നമ്മുടെ നമ്മുടെ ചക്കക്കുരു ഇതുവരെ വാ തുറന്നിട്ടില്ല. അത് തന്നെ പറയാനുള്ളത്. ഇന്ത്യയുടെ 3 കപ്പൽ മുക്കുകയും ചെയ്ത് 3 ഇന്ത്യൻ നാവികരെ ഇല്ലാണ്ടാക്കി. ഇന്നൊരു വീഡിയോ കണ്ടിരുന്നു. സോ അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഫാക്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതെ, നമ്മളൊരു കണ്ടന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ച് കോമൺ സെൻസും അതിനെക്കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തുന്നത് വളരെ നല്ലതാണ്. അമേരിക്ക ആക്രമിച്ചു എന്ന് പറയുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികർ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് ഉണ്ടായതുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള ആക്രമണം ആവുന്നില്ല. ഏത് രാജ്യത്തിൻ്റെ കപ്പലായാലും ഏത് കമ്പനിയുടെ കപ്പലായാലും അതിലെല്ലാം ഏകദേശം 60 മുതൽ 70% വരെ ഇന്ത്യൻ ക്രൂ ഉണ്ടാവും എന്നുള്ളത് നോർമലായിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഞാനിനി മാറ്ററിലേക്ക് വരാം. MT സെറ്റബെല്ലോ, MT മരവെക്സ്, MT ജൽവീർ, ഈ 3 കപ്പലും ഇന്ത്യൻ ഫ്ലാഗ്ഡ് കപ്പലുകളല്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. സോ അമേരിക്ക ആ കപ്പലിന് മേളൊരു മിസൈൽ വിട്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണത് ഇന്ത്യക്കെതിരെയുള്ള ആക്രമണം? നാളെ ഇസ്രയേലിനെതിരെ ബഹ്റൈൻ ഒരു യുദ്ധം നടത്തിയാൽ അതിൽ ആ യുദ്ധത്തിൽ ഏതെങ്കിലും ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ മരിച്ചാൽ അത് ബഹ്റൈൻ ഇന്ത്യയോട് ചെയ്യുന്ന യുദ്ധമല്ല. എന്ത് അന്താരാഷ്ട്ര പ്രശ്നം ഉണ്ടായിരുന്നു അതിനെല്ലാം വളച്ചൊടിച്ച്, അതിൻ്റെ യാഥാർത്ഥ്യമെല്ലാം വളച്ചൊടിച്ച് അതിന് ഇന്ത്യക്കകത്തേക്കുള്ള റൂട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രംപിൻ്റെ കാല് പിടിച്ചു, ഇതിങ്ങനെ വെറുതെ പറയാം. പിന്നെ ഒരേ കാര്യം 10 പേര് പറയുമ്പോൾ 2 പേര് അത് വിശ്വസിക്കും, അത് ശരിയാണെന്ന്. ആ 2 പേര് ഇതിനെക്കുറിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തില്ല. അങ്ങനെ 10 പേര് പറയുമ്പോൾ ആ 10 പേരുടെ മുകളിൽ ഇതിനെ ഫാക്ട് പറയാനായിട്ട് ഞങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാരുണ്ട്. ജയ് ഹിന്ദ്.